Hi all, I am Sri Lakshmi. Today we are going to discuss about the rule of debit and credit. So let's see what are the rules in debiting and crediting. In accounting, there are 5 categories of accounts for recording the transactions. അക്കൗണ്ടിങ്ങിൽ മെയിനായി 5 categories of accounts ആണുള്ളത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് റവന്യൂസ് ഓർ ഗെയിൻസ്. ഈ 5 അക്കൗണ്ട്സിൻ്റെയും വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് 2 ഫണ്ടമെൻ്റൽ റൂൾസിൻ്റെ ബേസിസിലാണ്. നമുക്കപ്പോൾ ഈ 2 ഫണ്ടമെൻ്റൽ റൂൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫോർ റെക്കോർഡിംഗ് ദ ചേഞ്ചസ് ഇൻ അസറ്റ്സ് ഓർ എക്സ്പെൻസസ് ആണ്. അസറ്റ്സിലോ എക്സ്പെൻസസിലോ വരുന്ന ചേഞ്ചസിനെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റൂളിൽ അസറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. അസറ്റിൽ വരുന്ന ഇൻക്രീസിനെ ഡെബിറ്റ് ചെയ്യുകയും അസറ്റിൽ വരുന്ന ഡിക്രീസിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്ലൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അസറ്റിനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്കറിയാം ഡെബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഡെബിറ്റിംഗ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ക്രെഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ അസറ്റിൻ്റെ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ഡിക്രീസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു ഫർണിച്ചർ, ഒരു 5,000 റുപ്പീസിനൊരു ഫർണിച്ചർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻക്രീസാണ് സംഭവിച്ചത്. അപ്പോൾ ആ പർച്ചേസിനെ ഞാൻ ഡെബിറ്റ് ചെയ്ത് വേണം കാണിക്കാൻ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ അതേ അസറ്റ് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സെയിൽസിൽ അസറ്റിൻ്റെ ഒരു ഡിക്രീസാണ് അവിടെ സംഭവിച്ചത്. സോ ആ ഡിക്രീസിനെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. സോ ഇതാണ് അസറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അസറ്റിൽ ഇൻക്രീസ് വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുകയും അതേസമയം ഡിക്രീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് റൂളിൽ തന്നെ സെക്കൻഡ് കേസ് വരുന്നതാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അസറ്റിൻ്റെ തന്നെ സെയിം ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ വരുന്നത്. എക്സ്പെൻസസിലോ ലോസസിലോ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ എക്സ്പെൻസസിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു എംപ്ലോയിക്ക് ഞാൻ സാലറി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസാണ്. സാലറി കൊടുക്കുമ്പോൾ എൻ്റെ എക്സ്പെൻസ് അവിടെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ വരുന്നതിനെ ഞാൻ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അസറ്റിലും എക്സ്പെൻസസിലും എന്തെങ്കിലും ഇൻക്രീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിനൊരു ഡിക്രീസാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതാണ്. ഈ സെക്കൻഡ് റൂള് യൂസ് ചെയ്യുന്നത് 3 അക്കൗണ്ട്സിന്, അതായത് ലയബിലിറ്റീസിനെയും ക്യാപിറ്റൽസിനെയും റവന്യൂവിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, റവന്യൂ അല്ലെങ്കിൽ ഗെയിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് റൂൾ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കേസ് ലയബിലിറ്റീസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അസറ്റിൻ്റെ എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ന് ഒന്ന് വിചാരിച്ചാൽ മതി. അതായത് അസറ്റും എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ലയബിലിറ്റീസിൻ്റെ ക്യാപിറ്റൽസിൻ്റെ റവന്യൂസിൻ്റെ കേസിൽ ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്രെഡിറ്റിംഗ് ആണ്. ഓക്കെ, ലയബിലിറ്റീസിൻ്റെ കേസ് ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ഈസ് ഡെബിറ്റഡ്. അതായത് ലയബിലിറ്റീസിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു ഓൺ ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തായി? ക്രെഡിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ ക്രെഡിറ്റിന് അവിടെ ഒരു ഡിക്രീസ് ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിക്രീസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു ഡിക്രീസ് ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ അഡീഷണൽ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് ഒരു വിഡ്രോവൽ ഉണ്ടാകുമ്പോൾ ക്യാപിറ്റലിന് അവിടെ ഒരു ഡിക്രീസ് സംഭവിച്ചു. ആ ഡിക്രീസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റവന്യൂസ് ഓർ ഗെയിൻസിൽ. റവന്യൂവിലും ഗെയിനിലും എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിക്രീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, 2 റൂൾസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അസറ്റിനെ എക്സ്പെൻസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
രണ്ട് അക്കൗണ്ട്സിലും ഉണ്ടാകുന്ന ഇൻക്രീസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ഡിക്രീസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ സെക്കൻഡ് റൂളിലേക്ക് വരുമ്പം റവന്യൂവിനെയും ക്യാപിറ്റലിനെയും ലയബിലിറ്റീനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ മൂന്നിലും ഈ മൂന്ന് അക്കൗണ്ട്സിലും ഉണ്ടാകുന്ന ഇൻക്രീസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒരു ഡിക്രീസാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പം എത്രത്തോളം മനസ്സിലായി എന്ന് നിങ്ങൾക്ക് സ്വന്തമായി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെസ്റ്റ് നമുക്കെടുക്കാം. സിമ്പിളായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാഹുൽ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ക്യാഷ് ₹5,000 വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ഓക്കെ, യു വിൽ ഗെറ്റ് 5 seconds to think about this. ബാങ്ക് അക്കൗണ്ട് ആണ്. കാരണം എന്താണ്? ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ക്യാഷ് ₹5,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാഷ് കൊടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ക്യാഷിന് അവിടെ കുറവ് വന്നു, പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഒരു അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അസറ്റിന് ഒരു ഇൻക്രീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്നായിരുന്നു ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് ആയിരുന്നതിനെ? ക്യാഷ് അക്കൗണ്ടിനായിരുന്നു നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോവാം. രാഹുൽ ബോട്ട് ഫർണിച്ചർ ഫോർ ₹50,000 വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. യു വിൽ ഗെറ്റ് 5 seconds. ഓക്കെ, ക്യാഷ് അക്കൗണ്ടാണ്. ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നതല്ല, ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ അസറ്റിലൊരു കുറവ് വന്നിരിക്കുന്നത് ബൈ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആയതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിലൊരു കുറവ് വന്നു. അപ്പോൾ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഫർണിച്ചറിന് അവിടെ എന്ത് സംഭവിക്കും? ഫർണിച്ചറിന് അവിടെ ഒരു ഇൻക്രീസ്, അതായത് നമ്മുടെ ഒരു അസറ്റിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫർണിച്ചറിൽ നമ്മളത് ഡെബിറ്റ് ചെയ്യുകയും ക്യാഷിലൊരു കുറവ് വന്നതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രാഹുൽ പെയ്ഡ് മന്ത്ലി റെൻറ്റ് ₹2,500 വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. അതായത് രാഹുൽ പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത് 2,500-ൻ്റെ. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, റെൻ്റ് അക്കൗണ്ടാണ് അല്ലേ? കാരണം എന്താ? റെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടാണ്? ക്യാഷിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ക്യാഷിന് അവിടെ ഒരു കുറവ് വന്നു. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ട് അതിനെ നമ്മൾ ഏത് അക്കൗണ്ടാണ്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ടിനെ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ അസറ്റിനൊരു ഡിക്രീസ് വന്നു, നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇനിയിപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇതിലൊരു കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. സോ ഒന്നും കൂടി വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. ഏത് അക്കൗണ്ട്സ് ഒക്കെയാണ് അസറ്റ്സ് എന്നും ലയബിലിറ്റീസ് എന്നും ഒക്കെ മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.